പാരകൾ പല വിധമുണ്ട്. കമ്പിപ്പാര, തേങ്ങ പൊളിക്കുന്ന പാര, കുഴി കുത്തുന്ന പാര. ഇന്ന് പറയാൻ പോണത് ഒപ്പം വർക്ക് ചെയ്യുമ്പോ നമ്മളെ ബാക്കിൽ നിന്നാടി ഞമ്മക്ക് പണി തരുന്ന പാരകളെ പറ്റിയിട്ടാണ്. ഈ പാരകളുടെ പ്രത്യേകത എന്താ വെച്ചാല് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തിയാണ്ട് മേലുദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ മുതലാളിമാരൊക്കെ കയ്യിൽ നേരിട്ട് ചെന്നാണ്ട് പറഞ്ഞു കൊടുക്കും. എന്ത് പരിപാടിക്കും നമ്മളൊപ്പം എല്ലാത്തിനും നിൽക്കും ചെയ്യും. ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാണ്ട് നല്ല പാരയും വെക്കും. ഹോട്ടൽ ഫീൽഡിൽ മാത്രമല്ല ഈ പരിപാടി ഇല്ല, ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അങ്ങനത്തെ കുറച്ച് ആൾക്കാരവിടെ നിർബന്ധമായിട്ടുണ്ടാവും. ഈ ആൾക്കാരുടെ വേറൊരു പ്രത്യേകതയാണ്, ഇവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി പോലും മര്യാദയ്ക്ക് എടുക്കൂല. അതിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഭയങ്കര ഉഴപ്പേകാരം. ഇവരിത് ചെയ്യാനുള്ള കാരണം ഒന്ന് ഓല നിലനിൽപ്പിനും വേണ്ടി, രണ്ട് കമ്പനിനെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ്, മൂന്നാമത് ഓൽക്ക് വല്ല പ്രമോഷന് ഉയർച്ച കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ പാരകൾ ഇങ്ങനെ പാര വെച്ചുകൊണ്ടിരിക്കുന്നത്. അധ്വാനിച്ചാണ്ട് പൈസ ഉണ്ടാക്കിയാണ്ട് തിന്നണം എന്നില്ല മൈൻഡില്ല ആൾക്കാർ കാര്യമായിട്ട് ഈ പാര പരിപാടിക്ക് നിൽക്കൂല. ഇവര് ചെയ്യുന്ന ഇതേ പ്രവൃത്തി ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരും ഇതുപോലെ ചെയ്താല് ഇതുപോലത്തെ പാരകളുടെ പണിയൊക്കെ എന്നോ പോയിട്ടുണ്ടാവും. ഈ പാര വെച്ചാണ്ട് ജീവിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കർമ്മ ഈസ് വർക്കിംഗ്. പണി വരുന്നുണ്ടവറാച്ച.